ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നൈറ്റ് ഏഞ്ചൽ മെസ്സേജ്. എന്താണ് നൈറ്റ് ഏഞ്ചൽ മെസ്സേജ് എന്ന് നോക്കാം. ഇതിനു വേണ്ടി നിങ്ങളുടെ കാവൽ മാലാഖമാർ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. കാവൽ മാലാഖ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 21, 3, 18, 9, 13, 4, 5, 12, 3, 11, 2. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ദ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. നിങ്ങളെ തകർക്കുകയോ മറ്റൊന്നും കടന്നു വരാത്ത വണ്ണം പ്രപഞ്ചം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത് ഇവിടെയും 3 ആണ് വന്നിരിക്കുന്നത്, ഇതും 3 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ക്രിയേറ്ററിൻ്റെ ഒരു ഗുരുവിൻ്റെ ഒരു ഉപദേശമായിട്ടാണ് യൂണിവേഴ്സ് ഇത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതിലേക്ക് തന്നെ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ അത് നേടിയെടുത്തേ അടങ്ങൂ എന്നുള്ള അമിതമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും അതിലൊരു വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മുമ്പിൽ അനുഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം ലഭിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ജോലിയില്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്ഥാനക്കയറ്റം എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ പ്രപഞ്ചം അത് നിങ്ങൾക്ക് ഒരുക്കി തരും എന്നുള്ളതാണ്. ഒരു വാല്യൂവും തരാതെ മാറ്റി നിർത്തിയിരുന്ന വ്യക്തികളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്നതായിട്ടുള്ള, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്കത് സാധിക്കുന്നില്ല. പലപ്പോഴായിട്ട് നിങ്ങളുടെ മൈൻഡിനെ നിരാശപ്പെടുത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പല വ്യക്തികളുടെ വാക്കുകൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കത്തില്ല. നിങ്ങളെ നിരന്തരമായിട്ട് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഒന്നിനും കൊള്ളാത്തതാണ്, നിങ്ങൾ നെഗറ്റീവാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരന്തരമായി തന്നെ നിങ്ങളെ ഡീകോഡ് ചെയ്ത് നിങ്ങളെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തികൾ ആരാണോ നിങ്ങളെ താഴ്ത്തിയത്, ആരാണോ നിങ്ങളെ അപമാനിച്ചത്, അവരുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്തുന്ന മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട്. ചുറ്റും കൂടി നിന്ന് നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങളെ അപമാനം പറഞ്ഞ വ്യക്തികൾ നിങ്ങളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ടും തലയാട്ടിക്കൊണ്ടും നിങ്ങളങ്ങോട്ട് കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് മോശമായ വർത്തമാനങ്ങൾ പറയുകയും നിങ്ങളെക്കുറിച്ച് ഏഷണികൾ പറഞ്ഞു പരത്തുകയും ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ, എവിടെയാണോ നിങ്ങളെ വേദനിപ്പിക്കാൻ അവസരം കിട്ടുന്നത് ആ അവസരത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ നഷ്ടത്തെ പറഞ്ഞ് ചിരിക്കുന്നവർ, നിങ്ങളെ നഷ്ടത്തെ പറഞ്ഞ് കഥയുണ്ടാക്കുന്നവർ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ ആഹ്ലാദിക്കുന്ന വ്യക്തികൾ, അവരുടെ മുമ്പിൽ നിങ്ങളെ ഒന്നാമനാക്കി മാറ്റുവാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് പരാജയത്തിലേക്ക് നോക്കി നിൽക്കേണ്ട വ്യക്തിയല്ല നിങ്ങളെന്ന് നിങ്ങളുടെ കാവൽ മാലാഖ നിങ്ങളോട് പറയുന്നു. നഷ്ടങ്ങളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം ഒരുക്കി വയ്ക്കുന്നതായിട്ടുള്ള യാതൊന്നും തന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്നാൽ നിങ്ങൾ അതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ, നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും നിങ്ങൾ തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അപമാനിച്ച വ്യക്തികളുടെ മുമ്പിൽ നിങ്ങളെ കളിയാക്കിക്കൊണ്ട് ഇപ്പോഴും ഈ നിമിഷത്തിലും ഈ അടുത്ത ദിവസത്തിലായിട്ട് പോലും നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് നശിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജീവിതത്തെ ഓർത്ത്, നിങ്ങളുടെ ജോലിയെ ഓർത്ത് കളിയാക്കി നിങ്ങളെ പരിഹസിച്ച് ചിരിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ വേദനയിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക. ഓക്കെ, നിങ്ങൾ പുറത്ത് വന്നെങ്കിൽ മാത്രമേ യൂണിവേഴ്സിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കേണ്ട ജോലി നിങ്ങളുടേതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി വെച്ച് നീട്ടിയിരിക്കുന്നതായിട്ടുള്ള ഈ അനുഗ്രഹത്തെ നിങ്ങൾ കാണാതെ പോകരുത്. ഓക്കെ, ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സെലിബ്രേഷനാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ജോലി സംബന്ധമായി നല്ലൊരു ഉയർച്ചയാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അധികാരമാണ് വരുന്നത്. നിങ്ങളുടെ വാക്കുകൾക്ക്
മൂർച്ച കൂടുകയാണ്. നിങ്ങൾ പറയുന്ന വാക്കുകൾ ഇത്രയും നാൾ ആരും അംഗീകരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, സ്വയം അംഗീകരിക്കുന്നില്ല, നിങ്ങൾക്ക് പോലും നിങ്ങളുടെ വാക്കിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്കൊരു ഉയർച്ചയാണ് വരുന്നത്. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുന്നു. നിങ്ങളുടെ വാക്കുകളിലും ചിന്തകളിലും മാറ്റങ്ങൾ വരുന്നു. നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ കാരണം മറ്റുള്ളവർ രൂപാന്തരപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചില വ്യക്തികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതിലൂടെ മരണത്തിൽ നിന്ന് പോലും ചില വ്യക്തികൾ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു. നിങ്ങളെ മറ്റുള്ളവരെല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉയർച്ചയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ പേര് പ്രശസ്തി എല്ലാം വർദ്ധിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 5 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഹാപ്പി ലൈഫ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. വളരെ സന്തോഷമുള്ള ഒരു നിമിഷം നിങ്ങളെ തേടി എത്താൻ പോകുന്നു. വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ വിവാഹം, കുടുംബജീവിതവുമായി കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് കുടുംബജീവിതം, പ്രപഞ്ചത്തിൽ യൂണിവേഴ്സ് സന്തോഷിക്കാൻ പോകുന്നു. കാരണം ഭൂമിയിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ യൂണിവേഴ്സും സ്വർഗത്തിൽ സന്തോഷിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്രപഞ്ചശക്തിയും നിങ്ങളോടൊപ്പം തന്നെ നൃത്തം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വീടിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് വീടിനുള്ള അവസരങ്ങൾ ഇവിടെ വരുന്നു. നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികളെ കാണാൻ കാത്തിരിക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കേസ് പരമായിട്ട് കുട്ടികളെ കാണാൻ കഴിയാത്ത വണ്ണം വളരെ വേദനിക്കുന്നതായിട്ടുള്ള രക്ഷകർത്താക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കാണുവാനും ഒരുമിച്ച് നിൽക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരങ്ങൾ ഇവിടെ വരുന്നു. നിങ്ങളുടെ ജീവിതത്തെ തകർത്തതായിട്ടുള്ള നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ, നിങ്ങളുടെ നെഗറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ബാലൻസ് നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം റിക്കവർ ആകുന്നതായിട്ടാണ് കാണുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടഞ്ഞു പോയതായിട്ടുള്ള പല പ്രതിസന്ധികളും തുറന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കുതിരയ്ക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ സ്റ്റക്കായിരുന്ന ഏതോ ഒരു സിറ്റുവേഷനുണ്ട്. ആ ഒരു സിറ്റുവേഷനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ വിജയത്തിലേക്ക് കുതിച്ചു പോകുകയാണ്. സാമ്പത്തികപരമായി നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണോ? ഇവിടെ നിങ്ങൾക്ക് മുന്നേറുവാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻ സംബന്ധമായി നിങ്ങൾ സ്റ്റക്കാണോ? ജോലി സംബന്ധമായി സ്റ്റക്കാണോ? നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് വിഷയത്തിലാണോ നിങ്ങൾ സ്റ്റക്കായി ഇരിക്കുന്നത്, ഇനി അവിടെ നിൽക്കുന്ന വ്യക്തിയല്ല, നിങ്ങൾ കുതിച്ചു മുന്നേറുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ പോകുന്നു എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു. നിങ്ങളിലേക്ക് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹമാണ് കടന്നു വരുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് ഓവറോൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ എനർജി വർദ്ധിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. വിജയത്തിനുള്ള സാധ്യത ഇവിടെ നല്ല രീതിയിൽ ഉയർന്നു വന്നിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. അവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പം പറയുന്നുണ്ട്, അയ്യോ എനിക്കതൊന്ന് കിട്ടുമോ, എനിക്കതിന് യോഗ്യതയില്ല എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങളുടെ നെഗറ്റിവിറ്റീസിനെ പൂർണ്ണമായും റിലീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ജോലി സംബന്ധമായും നിങ്ങൾ ഉയർച്ച തന്നെ ലഭിക്കും. യൂണിവേഴ്സിൽ നിന്നും നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം പ്രപഞ്ചം നിങ്ങൾക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ നിങ്ങളിലേക്ക് ദൂതൻ ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ, നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്ങുകളെ അയക്കുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സമയമായിട്ട് ഇതെടുക്കുക. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ രാത്രി ദൂതൻ്റെ മെസ്സേജാണിത്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മഹത്വം കാണാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ഈ രാത്രി തന്നെ പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.